ഇതിന്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. വിലയും കൂടി പറഞ്ഞാൽ മതി. 25,000 രൂപയ്ക്ക് കൊടുക്കാം. 25,000 രൂപ കൊടുക്കാം. അതാണ് 25,000 രൂപയുടെ വണ്ടി ആയതുകൊണ്ടാണ് നമ്മളിപ്പോ ഒന്ന് ഫുള്ള് ചെക്ക് ചെയ്യണത് തന്നെ നമുക്ക് നല്ല മെനക്കെടാണ് ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ. ഇതിനൊന്നും 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കായിരുന്നു. അത്രയും ക്വാളിറ്റിയാണ്. പിന്നെ വേറെ കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഈ സിറ്റികളിലേക്ക് ഇപ്പോൾ കോഴിക്കോടാണെങ്കിലും എറണാകുളം ആണെങ്കിലും ട്രിവാൻഡ്രം ആണെങ്കിലും അങ്ങനത്തെ സിറ്റിയിലേക്ക് പറ്റിയൊരു ബെസ്റ്റ് വണ്ടിയാണ് ഇത്. ബെസ്റ്റ് വണ്ടിയാണ്. അത് നോക്കിയിട്ട് നിങ്ങളൊന്ന് വണ്ടിയുടെ ക്വാളിറ്റി അതുപോലെ തന്നെ റേറ്റ് രണ്ടും കൂടി കമ്പയർ ചെയ്യാം. ഒരിക്കലും വില മാത്രം കമ്പയർ ചെയ്തിട്ട് ഇവിടെ 290 അപ്പുറത്ത് 2.5 ഇപ്പൊ ഈ വണ്ടിക്ക് ഞങ്ങളോട് ചോദിക്കുന്നത് 1,95,000 രൂപയാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് 100% തന്നെ ഈ വണ്ടിക്ക് ലോൺ ആയിട്ട് 14-15 മോഡലും കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള ഇന്റീരിയർ എക്സ്റ്റീരിയർ. ആസ്കിംഗ് റേറ്റ് അല്ല, ഫൈനൽ റേറ്റ് 80,000 രൂപ. ഇതിലൊന്നും പിന്നെ വലിയ നെഗോസിയേഷൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. അത്രേ ഉള്ളൂ. ഇതിന്റെ വിലയാണ് ഹൈലൈറ്റ്. 30,000 രൂപയ്ക്ക് കൊടുക്കാം. 30,000 രൂപയ്ക്ക് 2009 വണ്ടിയാണെന്ന് ആലോചിക്കണം. വെറും 35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന മോഡൽ കൂടിയിട്ടുള്ള വില കുറഞ്ഞ കുറച്ച് വണ്ടികൾ കാണിച്ചു തരട്ടെ. ഈ മോഡൽ കൂടിയ വില കുറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് ഒന്നും ഉള്ളതുകൊണ്ടല്ല. അതായത് ഇപ്പോൾ ഈ ഡാറ്റ്സൺ പോലത്തെ വണ്ടികളൊക്കെ ആകുമ്പോൾ മോഡൽ കൂടിയ വണ്ടികൾക്കാണെങ്കിലും ലേശം മാർക്കറ്റ് കുറവാണ്. അപ്പോൾ എന്തായാലും നല്ല വണ്ടികൾ, ഒരു പ്രശ്നമില്ലാത്ത ക്ലീൻ വണ്ടികൾ കുറേ എണ്ണമുണ്ട്. നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ക്ലബ്സി ഓട്ടോമോട്ടീവിലാണ്. കോഴിക്കോട് ജില്ലയിൽ പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് വെള്ളിപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മീഡിയ വണ്ടി ഓഫീസുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ മണിച്ചേട്ടൻ്റെ ഷോറൂമാണ്. ഇന്ന് ഡീറ്റെയിൽ പറഞ്ഞു തരുന്നത് മഞ്ചേട്ടാ. നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങളോട് സ്വാഗതം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാരണം നിങ്ങളായിരുന്നു ഇതിൻ്റെ ആള്. അപ്പോൾ എന്നിരുന്നാലും ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഒരുപാട് വണ്ടി ഉണ്ടല്ലോ. ഒരുപാട് വണ്ടി ഉണ്ട്. അപ്പോൾ ഇത്തവണ നമുക്ക് വീഡിയോക്കകത്ത് 25,000 രൂപ മുതൽ 6,50,000 രൂപ വരെയുള്ള വണ്ടികളുണ്ട്. കൂടുതലും ഫാമിലി പർപ്പസിന് ആയിട്ടുള്ള വണ്ടികളാണ്. അത് വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ക്ലീൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് വണ്ടികൾ ഫുൾ ഓണിൽ എടുക്കാൻ വരുന്ന വണ്ടികളുണ്ട്. ഉണ്ടല്ലേ? അപ്പോൾ നമ്മുടെ സ്ഥിരം ബ്രാൻഡിങ് ആയ ഡാറ്റ്സന്റെ ഗോ പ്ലസ്, റെഡിഗോ ഉണ്ട്, റെഡിഗോ ഓട്ടോമാറ്റിക് ഉണ്ട്, ഗ്രാൻഡ് ഐറ്റൺ ഓട്ടോമാറ്റിക് ഉണ്ട്, വാഗണർ ഉണ്ട്, കിഡ് ഉണ്ട്, അൾട്ടോയിറ്റൺ ഉണ്ട്, ടിയാഗോ ഉണ്ട്, KUV ഉണ്ട്, വെർണ കിടക്കുന്നുണ്ട്. ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന നല്ല വണ്ടികൾ, കംപ്ലൈൻസ് കമ്പാറ്റീവ്ലി വളരെ കുറഞ്ഞത്, സർവീസ് കുറഞ്ഞത്, പൈസ കുറഞ്ഞത്, അങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ എവിടെ തുടങ്ങാം? അല്ല, നമുക്ക് തുടങ്ങാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചെയ്തോട്ടെ. എല്ലാവരും ഒന്ന് റോഡ് മാസ്റ്റർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മൾ പരമാവധി ഇവിടെ ഒന്നും കാണിക്കാത്ത കുറെ വണ്ടികളുടെ റീൽ ഇടുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഫോളോ ചെയ്തോട്ടോ. നമ്മുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാലോ? ഫ്രണ്ടിൽ നമുക്ക് ആദ്യം ഡ്രൈവർ ഉണ്ട്. തുടങ്ങാം. ആദ്യത്തെ വണ്ടി നിങ്ങൾക്ക് അത്യാവശ്യം ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ആ മോഡലിനെ അപേക്ഷിച്ച് വില കുറച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രൈവർ അല്ലേ? 7 സീറ്റർ വണ്ടി. അതാണ് ഏറ്റവും വലിയ ഗുണം. ഇത് 2019 മോഡല്, 19 ഡിസംബർ ആണ്. അതുപോലെ തന്നെ RXZ ആണ്. ഓപ്ഷൻ. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? അതായത് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. പിന്നെ നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം വരും. അതെ. ഈ 19-ന് 24,000 ഒക്കെ ജെനുവിൻ ആയിരിക്കും. 24,000 ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്, ജെനുവിൻ ആണ്. ആ ടയറൊക്കെ കമ്പനി ടയർ തന്നെയാണ് കിടക്കുന്നത്. ഒന്നും മാറിയിട്ടില്ല അല്ലേ? ഏകദേശം ഒരു 15,000 കൂടി കഴിഞ്ഞാൽ ടയർ ഓടുകയും ചെയ്യാം. ഓടും തീർച്ചയായിട്ടും. ബാക്കിയുണ്ട് കേട്ടോ. സീറ്റ് കവറൊക്കെ നല്ല സീറ്റ് കവർ കമ്പനി ഫിറ്റഡ് ആയിട്ട് വന്നതാണ്. ഇതിന്റെ വില എന്ത് വരും? ഇത് ഞങ്ങളിവിടെ ആസ്കിംഗ് റേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 5.65 lakhs ആണ്. അത് നമുക്കൊരു 90% ലോണും ചെയ്യാം. നല്ല ട്രാക്ക് ആണെങ്കിൽ നമുക്ക് 100% വരെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഫുൾ ലോൺ കിട്ടും അല്ലേ? ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു വണ്ടിയാണ്. ഇതൊരു സ്റ്റോക്ക് വണ്ടിയാണ്. കാരണം ഇതിന്റെ മുകളിൽ വേറെ എക്സ്ട്രാ ഫിറ്റിംഗ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഫാമിലിക്ക് പറ്റിയൊരു ഫാമിലീസിന് പറ്റിയൊരു 7 സീറ്റർ വണ്ടിയാണ്. തരക്കെട്ടില്ലാത്ത ഒരു 15-ന്റെ മുകളിലൊക്കെ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. 1 ലിറ്റർ അല്ലേ എഞ്ചിൻ വരും? 1 ലിറ്റർ ആണ് വരുന്നത്. 1 ലിറ്റർ പെട്രോൾ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലൈൻസ് ഒക്കെ കുറവായിരിക്കും. പവറും ഉണ്ടാവും, അത്യാവശ്യം ഒരു പവറും ഉണ്ടാവും. എന്തായാലും 5,60,000 രൂപയ്ക്ക് 2019 വണ്ടി ഒരു സ്വിഫ്റ്റ് പോലും ചിന്തിക്കണ്ട. ആ ഒരു ലെവലിലേക്കാണ് ഇത്രയും വലിയ ഒരു വണ്ടി വരുന്നത്. ഫുൾ ലോണിൽ കിട്ടും. ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇനി അടുത്ത 7 സീറ്റർ പാവങ്ങളുടെ 7 സീറ്റർ ആണ്. പാവങ്ങളുടെ 7 സീറ്റർ അങ്ങനെയൊന്നുമില്ല, പൈസക്കാർക്കും വാങ്ങാൻ പറ്റും. അതല്ല, ഈ വിലക്ക് ഇത്രയും വലിയൊരു വണ്ടി വേറെ കിട്ടാനില്ലല്ലോ. 2016 മോഡലാണ്. T ഓപ്ഷൻ ആണ്. അതായത് ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് ഈ വണ്ടിയും. 36,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ അല്ലേ? കറക്റ്റ് ജെനുവിൻ കിലോമീറ്റർ ആണ്. വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. ബാക്കിൽ ഫ്രണ്ടിൽ ഒരു 70% ടയറും ബാക്കിൽ ഒരു 90% ടയറും ഉണ്ട്. നല്ലൊരു സീറ്റ് കവർ തന്നെയാണ്. അതെ അതെ. ഇത് 2 ഡോർ അല്ലേ വണ്ടിയുടെ വിൻഡോ വരുള്ളൂ? 2 ഡോർ പവർ വിൻഡോ ആണ്. ഈ ഡാറ്റ്സൺക്കകത്ത് ഫുൾ ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ഡോർ തന്നെയാണ്. അതെ അതെ അതെ. പിന്നെ ഇതിനകത്ത് വേറൊരു സാധനം വന്നിട്ടുണ്ട്. ഈ ഡാറ്റ്സന്റെ ഗോയിൽ വന്നിട്ടുണ്ട്. 4 ഡോർ വിൻഡോയും എല്ലാം വരുന്നൊരു മോഡൽ. അത് ഒരു ലിമിറ്റഡ് എഡിഷൻ. അതെ അതെ അതെ. അത് ഈ ആ സാധനം ഇതിൽ വന്നിട്ടില്ല. ഇല്ല, ഇതിനകത്ത് വന്നിട്ടില്ല. ഓക്കെ. റീപ്ലേസ് ഒന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ 36,000 അല്ലേ? 36,000 ഓടിയിട്ടുള്ളൂ. നല്ലൊരു ഫാൻസി നമ്പർ ആണ്. അതെ അതെ അതെ.
പിന്നെ വേറെ അപാകതകളായിട്ടൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അതിപ്പോ എടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ മുകളിൽ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. നമ്മൾ തന്നെ ഒരുവിധം ഒരു പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങളുണ്ട് അത്യാവശ്യം. അതെ അതെ. ഇതിനും നമുക്ക് ഏകദേശം ഒരു ഇത് 1.2 ആണോ വരിക? ഇത് 1.2. ഒരു 15 സ്വിഫ്റ്റിന്റെ ഒക്കെ ഒരു മൈലേജ് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 2,65,000 രൂപയാണ് ഞങ്ങൾ ആസ്കിംഗ് റേറ്റ്. ചെറിയൊരു മാറ്റം ഉണ്ടാവും. വീഡിയോ കാണുമ്പോൾ ചിലരും പറയാണ്ട് എന്തിനാ ആസ്കിംഗ് റേറ്റ് ചോദിക്കുന്ന, നെറ്റ് റേറ്റ് പറഞ്ഞാൽ പോരെന്ന്. പിന്നെ നമ്മൾ നെറ്റ് റേറ്റ് പറഞ്ഞാലും കുറെ ആളുകൾ അതിനകത്ത് വീണ്ടും കുറപ്പിക്കും. അതുകൊണ്ട് ചെറിയൊരു നെഗോസിയേഷൻസ് ഇട്ടിട്ടാണ് ഞങ്ങൾ വില ഇടുന്നത് അല്ലേ? ഓക്കെ, അത് നിങ്ങൾക്ക് സംസാരിക്കാം. എന്തായാലും 2,60,000 രൂപയ്ക്ക് ഇതുപോലെ ഒരു വണ്ടി വേറെ ഒരെണ്ണവും നിലവിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രാഞ്ചിൽ കിട്ടാനില്ല. അത് മാത്രമേ ഉള്ളൂ. നമുക്ക് ലോണും മാക്സിമം കിട്ടും ഈ വണ്ടിക്കൊക്കെ. ഫുൾ ലോൺ തന്നെ പറയാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 10,000 അല്ലെങ്കിൽ 20,000 കയ്യിൽ നിന്ന് കണ്ടാൽ മതിയോ, ബാക്കി നമുക്ക് ലോണായിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ പെരുന്നാളൊക്കെയാണ് വരുന്നത്. അപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ ട്രിപ്പ് പോകാനൊക്കെ നോക്കിക്കോളൂട്ടോ. അതും വളരെ വളരെ ലോ ബഡ്ജറ്റിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഒക്കെ കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച സെയിം സാധനത്തിന്റെ ചെറുത് റെഡിഗോ ഏതാ മോഡല്? റെഡിഗോ ഇത് 2017 ആണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. 80,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. പെട്രോൾ ആണ്. എസ് ഓപ്ഷൻ ആണ് വരുന്നത്. ഓക്കെ, മിഡിൽ ഓപ്ഷൻ തന്നെ പറയാം അല്ലേ? എസ് എന്ന് പറയുമ്പോൾ നമുക്ക് AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോസ് വരും. അല്ല, ഇതിൽ പിന്നെ ആ പറഞ്ഞ 3 സാധനം ഇതിനകത്ത് ഇതാണ് ടോപ്പ് ശരിക്കും. അങ്ങനെയുണ്ട്. പിന്നെ ഇതിനകത്ത് പവർ വിൻഡോ വരാത്തൊരു മോഡൽ വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതിൽ ശരിക്കും ടി വരുന്നുണ്ട്. ടി ആണല്ലോ ശരിക്കും ഫുൾ ഓപ്ഷൻ എന്ന് പറയാം. ഇതിനകത്ത് എന്താ പറയാ, ഇതിനകത്ത് പവർ വിൻഡോ വരുന്നുണ്ട്, അതുപോലെ തന്നെ AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ടിക്കകത്താണെങ്കിലും അത് തന്നെയാണ് വരുന്നത്. അതെ അതെ അതെ. പിന്നെ ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിലാണ് ഇപ്പൊ ലേശം കൂടുതൽ ഓടിയിട്ടുള്ളത് അല്ലേ? ഒരു 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് 17 മോഡലാന്ന് കൂടെ ആലോചിക്കണം. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, പിന്നെ അത്യാവശ്യം മൈലേജ് കിട്ടിയ വണ്ടി. അതുകൊണ്ട് എന്തായാലും കിട്ടില്ല, എടുക്കുന്ന കുറച്ച് ഓടും. അതെ അതെ. അതായത് നിങ്ങൾക്ക് ബഡ്ജറ്റിൽ കിട്ടാൻ വേണ്ടി പണ്ടൊക്കെ എല്ലാവരും അൾട്ടോ ആയിരുന്നു നോക്കുന്നത്. ഇപ്പൊ അൾട്ടോയ്ക്ക് പകരം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണല്ലേ ഇത്. മൈലേജും കിട്ടുന്നുണ്ടാവും, പവറും ഉണ്ടാവും. അതെ അതെ അതെ. ഇതും ടയർ ഭാഗങ്ങളൊന്നും മോശമില്ല. ബാക്കിൽ പുതിയ ടയർ ഉണ്ട്. ഫ്രണ്ടിൽ ഒരു 70% കൂട്ടിയാൽ മതി. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അതെ അതെ അതെ. മേജർ ഒന്നും ഉണ്ടാവില്ല ഉറപ്പല്ലേ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, എന്താ പ്രൈസ് വരുന്നത്? ഇത് 1.95 ആണ് ഞങ്ങളെ ചോദ്യം. അതായത് 2017 മോഡലിൽ 1.95 കിട്ടുന്ന വണ്ടി ഒരു കുഴപ്പമില്ലാത്തത് ഈ പറഞ്ഞ ഈ സാധനം ഉണ്ടാവുള്ളൂ അല്ലേ? സമയത്ത് ഇതിനെക്കാളും നല്ല രീതിയിൽ വില കൂടും. 17 എന്തായാലും നമ്മൾ 2 മേലെ കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ അത്യാവശ്യം മോഡൽ, അതുപോലെ തന്നെ പുള്ളിങ്, ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ ഒരു വണ്ടി നോക്കുന്നവർ, കുറച്ച് പ്രൈസ് കുറവിൽ നോക്കുന്നവർക്ക് പറ്റിയൊരു ചോയ്സ് ആണ്. 800cc ആട്ടോ വരുന്നത്. 800 ആണ്. എന്നാലും കുഴപ്പമില്ല, വൃത്തിയുള്ള വണ്ടി. ആരും വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ. ഇനി ഇതാണെങ്കിൽ ഐറ്റം, ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇത് ഫുൾ ഓപ്ഷൻ തോന്നല്ലോ. ഫുൾ ഓപ്ഷൻ വണ്ടി. അലോയ് വീൽസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ? ഒരു ആക്സിഡന്റും ഒരു റീപ്ലേസ്മെന്റും ഇല്ല. 2015 മോഡലാണ്. സെക്കൻഡ് ഓണർ ആണ്. 58,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അതെ അല്ലേ? ഈ 15-ൽ 58,000 ജെനുവിൻ ആയിരിക്കുമോ? കിലോമീറ്റർ ജെനുവിൻ ആണ്. ഓട്ടോമാറ്റിക് വണ്ടി പൊതുവെ മാനുവൽ വണ്ടീനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓട്ടം കുറച്ചും കൂടി കുറയും. കാരണം ഇത് CVT ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അതുകൊണ്ട് മൈലേജ് കുറച്ച് ഷോക്കായിരിക്കും. മൈലേജ് കുറച്ച് കുറവാണ്. ഒരു 10-12 ആ റേഞ്ചിലാണ് പ്രതീക്ഷ. കൂടുതൽ പ്രതീക്ഷിക്കുക. പക്ഷെ അത് പെർഫോമൻസ് വ്യത്യാസമുണ്ട്. ഇപ്പൊ മാരുതിയുടെ ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്ന പോലെ ആയിരിക്കില്ല ഈ ഒരു ഗ്രാൻഡ് ആയിട്ട് ഓടിക്കുന്നത് അല്ലേ? നല്ല ഡിഫറൻസ് ഉണ്ടാവും. സുഖമായിട്ട് ഓടിക്കാൻ പറ്റും ഈ ഒരു വണ്ടി. അതെ അതെ. പിന്നെ ഇസ്തിരിയൊക്കെ കിട്ടുമല്ലോ അല്ലേ? കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. A to Z ഓപ്ഷൻസ് കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്ന ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി. മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ലല്ലോ? ഒന്നും മാറിയിട്ടൊന്നുമില്ല. ഒക്കെ ഒറിജിനൽ തന്നെയാണ് വരുന്നത്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 4,30,000 രൂപയാണ് ഞങ്ങൾ ഇവിടെ ഇട്ടിരിക്കുന്ന റേറ്റ്. വളരെ ചെറിയ രീതിയിലൊരു മാറ്റം വരുത്താം. 4,30 പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ 50,000 രൂപ ആ റേഞ്ചിലൊന്നും നെഗോസിയേഷൻ ഉണ്ടാവില്ല. വളരെ ചെറിയ രീതിയിൽ ഒരു സ്ലൈറ്റ്ലി ഉള്ള നെഗോസിയേഷൻസ് എല്ലാ വണ്ടിയുടെ മുകളിലും ഉണ്ടാവും. ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഏകദേശം ഒരു എന്താ പറയുക, ചെറിയൊരു ബഡ്ജറ്റ് കയ്യിൽ വെച്ച് വന്നാൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ള എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ള കമ്പാരിറ്റീവ്ലി വില കുറഞ്ഞ ഒരു ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? എന്തായാലും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, അതാണ് പറയുന്നത്. ഇനി ഈ അൾട്ടോ ആണെങ്കിലോ? ഇത് 2012 മോഡലാണ്. 12 ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അൾട്ടോ 800 LXi ആണ് വരുന്നത്. AC, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. പക്ഷേ ഇത് 12 ആണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ടല്ലേ? വണ്ടി നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. മെക്കാനിക്കൽ വൈസ് ആണെങ്കിലും നല്ല പെർഫെക്റ്റ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ഒരു വില കുറഞ്ഞ വണ്ടി വേണമെങ്കിൽ ഇതും പ്രിഫർ ചെയ്യാവുന്നതാണല്ലേ? അത് ഇത്തവണ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞല്ലോ, ഫാമിലിക്ക് പറ്റിയൊരു പർപ്പസിലുള്ള വണ്ടികളാണ് കൂടുതലുള്ളത്. ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് ഓട്ടോമാറ്റിക് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ സെഗ്മെന്റ് നോക്കുന്നവർക്ക് അതുകൊണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ വണ്ടികളിൽ ഒന്നും എടുത്തു കഴിഞ്ഞാൽ ഒരു വർക്ക് നമ്മൾ വേറെ പുറത്തുനിന്ന് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒരു യൂസ്ഡ് കാർ വാങ്ങുന്നവർക്ക് എന്താ പറയുക, ചിലപ്പോൾ ഒന്ന് വർക്ക്ഷോപ്പിൽ കയറ്റി കുറച്ച് പണികളൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഒരുവിധം എന്താ പറയുക, നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടികളാണ് അധികം ഉള്ളത്, ഭൂരിഭാഗം വണ്ടികളും അല്ലേ? പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഇവരൊക്കെ അത്യാവശ്യം ഈ ഒരു ഫീൽഡിൽ ഒരുപാട് കാലങ്ങളായിട്ടുണ്ട്. ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ
വേറെ ഇവർക്ക് അറിയാത്തതായിട്ടുള്ള ഒരു സംഭവം ഇതിനകത്ത് വരാൻ സാധ്യത കുറവാണ്. അതെ, പിന്നെ മനുഷ്യന്മാരുടെ കാര്യമാണ്, കുട്ടികൾ പറ്റാമില്ല എന്നല്ല, പക്ഷേ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വണ്ടി കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. കാണിച്ചതിന്റെ എല്ലാത്തിനും ഇൻഷുറൻസ് ഒക്കെ പക്കയായിരിക്കില്ലേ? എല്ലാ ഇൻഷുറൻസ് ഒക്കെ വാലിഡിറ്റി ആണ്. ഇൻഷുറൻസ് എക്സ്പയർഡ് ആയി കിടക്കുന്ന വണ്ടി ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രത്യേകം പറയും. അപ്പം ചില കച്ചവടം ഞാൻ കണ്ടിട്ടുണ്ട്, ഇൻഷുറൻസിന്റെ കാര്യമൊന്നും മിണ്ടാണ്ട് അവസാനം അഡ്വാൻസ് വാങ്ങിയതിനു ശേഷം പറയുന്ന ഒരു പരിപാടി. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ഇല്ല, ഇൻഷുറൻസ് ഇല്ലെങ്കിൽ തീർന്നു എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യാറുള്ളത്. അതെ അതെ. ഇതിപ്പോ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? 12 വണ്ടി. ഇത് 12 സെക്കൻഡ് ഓണർ LXI ആണ് വരുന്നത്. 54,000 കിലോമീറ്റർ ഓടിക്കുന്നത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. അത് ജെനുവിൻ ആണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ. കാരണം ബോഡി ക്വാളിറ്റി നിങ്ങളിപ്പം വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്ന എനിക്ക് നോക്കുമ്പോൾ അറിയാം, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം 5000 കിലോമീറ്റർ പോലും ഈ വണ്ടി ഓടിയിട്ടില്ല അല്ലേ? വളരെ ലോ കിലോമീറ്റർ ആണ്. കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ്. ഞങ്ങളോട് ചോദിക്കുന്നത് 1,75,000 രൂപയാണ്. കുറയും, ചെറിയ രീതിയിലൊരു മാറ്റം ചെയ്തു കൊടുക്കും. വളരെ ചെറിയ രീതിയിലൊരു മാറ്റം. ഫുൾ ടാങ്ക് എണ്ണ അടിക്കാനുള്ള ആവശ്യം കുറയുമല്ലോ അല്ലേ? ഫുൾ ടാങ്ക് എണ്ണ നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടെ, വണ്ടിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, ആ കാര്യത്തിൽ പേടിക്കുക വേണ്ട. ഇനി KUV ഇവിടെ എപ്പോ വന്നാലും ഈ ഒരു സാധനം ഉണ്ടാവും. ഇത് ഇന്നലെ വന്നിട്ടുള്ളൂ വണ്ടി. ഇത് ഇനി ഒന്ന് പോളിഷ് ചെയ്യാൻ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല തോന്നുന്നു. ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ചൊന്ന് ബോഡി ഒന്ന് ചെളി കഴുകിയിട്ടുള്ളൂ. അതായത് ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്, അതൊന്ന് പോളിഷ് ചെയ്താൽ പോകുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. പോകുന്ന സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടിയുടെ മുകളിലുള്ളത്. അതെ അല്ലേ? ഇപ്പൊ ബാക്കിലാണെങ്കിലും സൈഡിലാണെങ്കിലും ഒക്കെ അങ്ങനെ മേജർ ഡെന്റോ കാര്യങ്ങളോ ഒന്നും. ഇതൊക്കെ നമ്മൾ പോളിഷ് ചെയ്ത് നല്ല വൃത്തിയാക്കിയല്ലേ കൊടുക്കുള്ളൂ? എല്ലാം വൃത്തിയാക്കിയിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ. പിന്നെ മോഡൽ ഏതാ? 2017 മാനുഫാക്ചറിംഗ്, 18 രജിസ്ട്രേഷൻ, 25,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ ആണ്, മാനുവൽ ആണ്, സിംഗിൾ ഓണർ ആണ്. അതുപോലെ തന്നെ K6+ ആണ് വേരിയന്റ് വരുന്നത്. അതിന്റെ മുകളിൽ K8 എന്ന് പറയുന്ന ഒരു വേരിയന്റ്, താഴെ K2 K4 ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് എന്താ ഫുള്ളിന്റെ നേരെ താഴെ എന്ന് പറയാം അല്ലേ? ഫുള്ളിന് തൊട്ട് താഴെയുള്ള ഓപ്ഷൻ ആണ്. പിന്നെ KUV എടുക്കാൻ 6 പേർക്ക് 6 സീറ്റർ വണ്ടി, നമ്മളെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. എല്ലാ സമയത്തും ഒരു KUV നമ്മളെടുത്ത് സ്റ്റോക്ക് ഇപ്പോഴത്തെ വീഡിയോ ഒക്കെ അതായത് കിട്ടോ ഇല്ല. അപ്പൊ അങ്ങനെ ബൈ ചാൻസിൽ പെട്ടെന്ന് തന്നെ കിട്ടി, വണ്ടി പെട്ടെന്ന് ഇന്നലെ തന്നെ എത്തിച്ചു. ഇത് പിന്നെ 17-18 പറഞ്ഞല്ലോ, ഓടിയിട്ടുണ്ട് 25,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വളരെ 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 ലോ കിലോമീറ്ററിലുള്ള ഒരു വണ്ടിയും കൂടിയാണ് കേട്ടോ. ഞങ്ങളിവിടെ കോഴിക്കോടുള്ള തന്നെ വണ്ടി തന്നെയാണ്. എന്താ പ്രൈസ് വരുന്നത്? ഇത് 3,75,000 രൂപയാണ് ആസ്കിംഗ് റേറ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ രീതിയിൽ, എല്ലാ വണ്ടിനോടും പറയുന്നില്ല, ചെറിയ രീതിയിൽ ഒരു മാറ്റം എന്തായാലും എല്ലാ വണ്ടിക്കും ഞങ്ങൾ വരുത്തി ചെയ്തു കൊടുക്കുക അല്ലെ? 3,75,000 രൂപയ്ക്ക് 2018 രജിസ്ട്രേഷനുള്ള KUV ഓൾമോസ്റ്റ് എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾ നോക്കിക്കോട്ടോ, നല്ല രസമായിട്ട് ഉപയോഗിക്കാനും പറ്റും. കമ്പാറ്റീവ്ലി ചെറിയ വിലയേ ഉള്ളൂ, വലിയ വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിൽവർ കളറ് സ്വിഫ്റ്റ് അല്ലേ? സ്വിഫ്റ്റ് പുതിയ ഷേപ്പാണ്. പുതിയ ഷേപ്പ്. ഏതാ മോഡൽ? ഇത് 2021 മോഡല്, സിംഗിൾ ഓണർ, 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 22 അല്ല 21 42,000 കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ അതുപോലെ തന്നെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. VXI ആണ് മിഡിൽ ഓപ്ഷൻ ആണ്. അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫീച്ചറും ഉണ്ടാവും. സീറ്റ് അവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 29/9/2021 ലാസ്റ്റിലേക്ക് വന്ന വണ്ടിയാണ് അല്ലേ? 21 തന്നെ മാനുഫാക്ചറിംഗ്, 21 തന്നെ രജിസ്ട്രേഷനും. അതെ അതെ. ടയർ ഭാഗങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ടയർ ഇട്ടിട്ടുള്ളൂ അല്ലേ? അത്യാവശ്യം നല്ല ടയേഴ്സും ഉണ്ട്. നമുക്ക് 90% മുകളിൽ ടയേഴ്സ് ഉണ്ട്. നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെയാണ്. നമ്മളിവിടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 6,40,000 രൂപയാണ്. ചെറിയ രീതിയിൽ എന്തായാലും മാറ്റം വരുത്തിയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. ലോണൊക്കെ നമുക്കൊരു 5.25-6 അടുത്ത് വരെയൊക്കെ നമുക്ക് ലോണായിട്ടും ചെയ്ത് കൊടുക്കാനും പറ്റും. ഓക്കെ. അപ്പൊ എന്തായാലും ഏകദേശം നിങ്ങൾക്ക് ഒരു 10,40,000 രൂപയുടെ ഉള്ളിൽ കയ്യിൽ കണ്ടാൽ എടുക്കാം അല്ലേ? എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ നല്ല വൃത്തിയുള്ള വണ്ടി. കുറയോ റേറ്റില്? ചെറിയ രീതിയിൽ നമുക്ക് മാറ്റം വരുത്തി കൊടുക്കാം. റേറ്റൊക്കെ നമുക്ക് മാറ്റം വരുത്തി കൊടുക്കാം. അതായത് ഒരു ജെനുവിൻ ആയിട്ട് വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇവിടെ വന്നാൽ ഇവർ ഒരു കാരണവശാലും നിങ്ങളെ മടക്കി വിടില്ല. മാക്സിമം വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യൂലേ? ഈ നെഗോസിയേഷൻസ് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വരുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഫോണിലൂടെ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വേറെ കാര്യം കൂടി പറയാട്ടോ, ചില സ്ഥലങ്ങളിൽ എന്നോട് 1-2 പേര് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ 1,00,000 രൂപയ്ക്കാണ് നെഗോസിയേഷൻ ചോദിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ പരിപാടിയൊന്നും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അതെ അതെ അതെ. വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ നെഗോസിയേഷൻസിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളൂ. വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വരുന്ന നമ്മളൊരു ജെന്യൂൻ ആണെന്ന് തോന്നിയാൽ മാത്രമേ നമ്മൾ അതിൽ കുറയ്ക്കുള്ളൂ. ഫോണിലൂടെ ഒക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ ഇവിടെ ആസ്കിംഗ് റേറ്റ് മാത്രമേ പറയുള്ളൂ. അതെ അതെ അതെ. നിങ്ങൾ എന്തായാലും എൻക്വയറി ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചോളൂ കേട്ടോ. ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കൂടുതൽ ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ അയച്ചും തരും. നല്ല വൃത്തിയുള്ള ഒരു ഗ്രേ കളറ് ടാറ്റ ടിയാഗോ അല്ലേ? ഒരു കോഫി ബ്രൗൺ പോലത്തെ ഒരു ഏകദേശം അതിന്റെ രണ്ടിന്റെയും കൂടി ഇടയിലുള്ള ഒരു കളർ. അതെ അതെ അതെ. ഇത് ശരിക്കും ഫുൾ ഓപ്ഷനാ? ഇത് അന്നത്തെ ഫുൾ ഓപ്ഷൻ. എക്സെറ്റ് ആണ് അന്ന് ഫുൾ ഓപ്ഷൻ. എക്സെറ്റ് ആണ് അല്ലേ? അലോയ് വീൽസ് വരും. അതുപോലെ തന്നെ പഴയ ഷേപ്പ് ആണ്. ഇപ്പൊ വന്ന ആ ന്യൂ ഷേപ്പ് വണ്ടിയല്ല. പിന്നെ 3 സിലിണ്ടർ അല്ലേ ഇത് വരുന്നത്? എഞ്ചിനൊക്കെ 3 സിലിണ്ടർ. അത്യാവശ്യം മൈലേജ് കിട്ടും അല്ലേ? മോശമല്ലാത്തൊരു പവർ. 16
പെട്രോൾ സ്വിഫ്റ്റ് പോലെ അല്ലെ റിറ്റ്സ് പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഉപയോഗിക്കാം തീർച്ചയായും. എന്തൊക്കെ പറഞ്ഞാലും 4 സ്റ്റാർ റേറ്റിംഗ് ആയിരുന്നു ഇതിന് അന്ന് വന്നത്, പക്ഷെ ഇപ്പം 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് അല്ലേ? പക്ഷെ ഇതിനന്നും 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കായിരുന്നു, അത്രയും ക്വാളിറ്റിയാണ്. 2017 പറഞ്ഞു. ഇത് 17-18 18 വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 33 വരെ നമുക്ക്. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 43 സംതിങ്. നല്ല ഇന്റീരിയർ ഒക്കെ ഉണ്ട്. കമ്പനി വന്ന സാധനം തന്നെയാണ്. ഒന്നും നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇതിന്റെ മേലെ ചെയ്യേണ്ട ആവശ്യമില്ല. ടയർ ഭാഗങ്ങളും ഏകദേശം ഫ്രണ്ടിൽ ഒരു 90% ഉണ്ട് അല്ലേ? ടയർ നമുക്കൊരു 90-ഉം ഒരു 60% ടയേഴ്സ് ഉണ്ട്. എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു 16 കിലോമീറ്ററിലേക്ക് നമുക്ക് ടയറിന്റെ ഭാഗത്തേക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് 2017-18 സെക്കൻഡ് ഓണർ ആണ്. 43,000 റേഞ്ചിലാണ് ഓടിയിട്ടുള്ളത്. എക്സെറ്റ് ആണ് വരുന്നത്. പെട്രോൾ വണ്ടിയാണ്. വില നമ്മൾ ചോദിക്കുന്നത് 4,10,000 രൂപയാണ്. 4,10 അല്ലേ? മാറ്റം വരുത്താം, കുറെ ഉണ്ടാവുമല്ലോ അല്ലേ? മാറ്റം വരുത്താം. ഒരു 3.5 അടുത്തൊക്കെ നമുക്ക് ലോൺ ആയിട്ട് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫാമിലി പർപ്പസിൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. ഇറക്കി കൊടുക്കുമോ? തീർച്ചയായിട്ടും. ഇത് മാത്രമല്ല, നമ്മളിത് വേറെ 2 DIM കൂടി വരാണ്ടല്ലേ? ഓൺ ദ വേ ആണ്. അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച അത് ന്യൂ ഷേപ്പ് വണ്ടിയൊക്കെ ഉണ്ട്. അതാർക്കും വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് 2022 വണ്ടിയൊക്കെ ഉണ്ട്. നമ്മൾ അടുത്ത ആഴ്ച എന്തായാലും ജിതിനെ കൊണ്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ആ വണ്ടി കൂടി അതിനകത്തേക്ക് വരും. അതെ അതെ. അത് മാത്രമല്ല ഒന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അയച്ചും തരും. ഇനി ഒരു റെഡിഗോയും കൂടി ഉണ്ടല്ലോ. റെഡിഗോ ഇത് ഓട്ടോമാറ്റിക് ആണ്. 18 മോഡൽ തന്നെയാണ് കേട്ടോ. 18 എസ് ഓപ്ഷൻ 1 ലിറ്റർ കിലോമീറ്റർ ഓട്ടോമാറ്റിക് 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്റർ വണ്ടിയാണ് കേട്ടോ. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഇല്ലല്ല, ഒരു റീപ്ലേസ്മെന്റോ ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിക്കില്ല. ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്ലബ്സിലുള്ള വണ്ടികൾക്ക് ഫ്ലഡ് നമ്മൾ ഗ്യാരണ്ടിയാണ്. അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഡാമേജ് നമ്മൾ ഗ്യാരണ്ടിയാണ്. ബമ്പർ കാര്യങ്ങൾ, ടച്ചപ്പ് കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ്, എല്ലാ വണ്ടികൾക്കും ഉണ്ടാവാറുണ്ട്. എന്തായാലും ഒരു 50,000 കിലോമീറ്റർ റോഡിൽ ഓടിയ വണ്ടിയാണെങ്കിൽ എന്തായാലും ബമ്പറൊക്കെ റീപെയിന്റ് ആയിരിക്കും. 99% വണ്ടിന് റീപെയിന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വീഡിയോക്കകത്ത് എടുത്തു പറയുന്നില്ല. സ്ട്രക്ചറൽ ഡാമേജ് കാര്യങ്ങൾ, ആപ്രോണിൽ വർക്ക്, ഫ്ലഡ് കാര്യങ്ങൾ, മേജർ ആക്സിഡന്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒരു വണ്ടിക്ക് ഉണ്ട്. മേജർ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് നമുക്ക് പ്രൈസ് എത്രയാണ്? ഇത് 3,25,000 രൂപയാണ് ഞങ്ങൾ. ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് തന്നെ മാനുവലിനെക്കാളും കുറച്ചധികം വില ഉണ്ടാവും. പക്ഷെ ഓട്ടോമാറ്റിക്കിൽ നല്ല മൂവിംഗ് ഉള്ള വണ്ടിയാണ് ഈ റെഡിഗോ എന്ന് പറയുന്നത്. കാരണം ഫാമിലി ലേഡീസിനൊക്കെ കൂടുതൽ ചൂസ് ചെയ്യുന്നുണ്ട്. വേറെ കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പൊ ഈ സിറ്റികളിലേക്ക് ഇപ്പോൾ കോഴിക്കോടാണെങ്കിലും എറണാകുളം ആണെങ്കിലും ട്രിവാൻഡ്രം ആണെങ്കിലും അങ്ങനത്തെ സിറ്റിയിലേക്ക് പറ്റിയൊരു ബെസ്റ്റ് വണ്ടിയാണ് ഇത്. ബെസ്റ്റ് വണ്ടിയാണ്. അതായത് എവിടെ വേണമെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാൻ ചെറിയ വണ്ടിയാണ്, അത്യാവശ്യം മൈലേജ് ഉണ്ട്. തീർച്ചയായിട്ടും. അതായത് 3,25 മാക്സിമം ലോണിൽ നിങ്ങൾ എടുത്തോളൂ. ലേഡീസിന് പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ജെന്റ്സിന് പറ്റൂല എന്നല്ല. അതുപോലെ തന്നെ ലേഡീസിനെ താഴ്ത്തി പറയാം, അങ്ങനെ ആ രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ അങ്ങനെ ഒരു ചിന്തിക്കുന്നവരുണ്ടാവും. ഇപ്പൊ ലേഡീസിന് ഇപ്പൊ ഗ്രാൻഡ് ആയിട്ട് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഉപയോഗിക്കാം, അത് വാങ്ങുന്നവരും ഉണ്ട്. പക്ഷെ പൊതുവെ ലേഡീസ് കുറച്ച് ചെറിയ വണ്ടി, ഒതുക്കുള്ള വണ്ടികൾ, ഓട്ടോമാറ്റിക് വണ്ടിയാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. ഇനി കിഡോ ഇതേതോ? കിഡ് ഇത് മാനുവൽ വണ്ടിയാണ്. ഇത് RXT ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2017 സിംഗിൾ ഓണർ, 39,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ അല്ലേ? അതുപോലെ തന്നെ നല്ല വൃത്തിയാണ് വണ്ടി, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. 1 ലിറ്റർ ആണ്. 1 ലിറ്റർ. ഓക്കെ. ഈ 39,000 ജെനുവിൻ ആണല്ലോ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ ആണ്. നമ്മള് ഇപ്പത്തെ വണ്ടിക്കകത്ത് എനിക്ക് നമ്മൾ കാണിച്ചതിനകത്ത് ഒരു 4-5 വണ്ടി ഉണ്ട്. ഒരു 30,000-40,000 എല്ലാം ആ 1 കിലോമീറ്റർ കാണുന്നത്. അത് നമ്മൾ അധികം കുറെ സ്റ്റോക്ക് നിറച്ചിട്ട് പെട്ടെന്ന് വിറ്റ് അടുത്ത അങ്ങനെ ആ രീതിയിലല്ല. നമ്മൾ എടുക്കുന്ന വണ്ടികൾ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് നോക്കിയിട്ടേ വണ്ടി എടുക്കാറുള്ളൂ. അതെ. പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞു, ഏറ്റവും നല്ല മോഡൽ വണ്ടികൾ വിലക്കുറവിൽ കിട്ടുന്ന ചെറിയ വണ്ടികൾ, അതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. ഇനിയിപ്പം നമുക്ക് ഇത് എത്രയ്ക്ക് കൊടുക്കാം? ഇനിയിപ്പോൾ വില ചിലപ്പോൾ കുറവ് തോന്നിയിട്ടില്ലെങ്കിലും വണ്ടിയുടെ കാര്യത്തിൽ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസ് നമ്മൾ ചെയ്യാറില്ല. അതെ. അതായത് വേറൊരു കാര്യം കൂടി പറയാം. അതായത് വെറുതെ വീഡിയോ കണ്ട് കമന്റ് ഇടുന്നവർക്ക് അത് വില കുറവാണോ കൂടുതലാണോ എന്ന് അറിയാൻ പറ്റില്ല. ജെനുവിൻ ആയിട്ടൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന കിഡ് എടുക്കാനാണെങ്കിൽ നിങ്ങൾ ഒന്ന് വന്ന് നോക്കിക്കോളൂ. ജസ്റ്റ് അന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് വണ്ടിയുടെ ക്വാളിറ്റി അതുപോലെ തന്നെ റേറ്റ് രണ്ടും കൂടി കമ്പയർ ചെയ്യാം. ഒരിക്കലും വില മാത്രം കമ്പയർ ചെയ്തിട്ട് ഇവിടെ 290 അപ്പുറത്ത് 2.5 അതിന്റെ അപ്പുറത്ത് 3.5 അത് നോക്കാതെ ഈ 290 ചോദിക്കുന്ന ഈ കിഡിന് 290 കൊടുക്കാനുള്ള മുതലുണ്ടോ നോക്കുക. എന്നിട്ട് നിങ്ങൾ വണ്ടി വാങ്ങുക. അത്രേ ഉള്ളൂ. നമ്മുടെ വണ്ടിക്ക് 290 നമ്മൾ ചോദിക്കുന്ന വില, അതിനൊരു മുതൽ ഈ വണ്ടി ഉണ്ട്. 100% ക്വാളിറ്റി, അത് ഗ്യാരണ്ടി ആണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നാമത് മനുഷ്യനാണെങ്കിലും ഇപ്പോൾ ഈ റോഡ് മാസ്റ്ററിൻ്റെ ആണെങ്കിലും വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, ഇപ്പോൾ പുറത്തെ വീഡിയോയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവരെന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? എന്തിനാ നമ്മൾ കള്ളം പറഞ്ഞ് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാ, എന്നിട്ട് ആവശ്യമുള്ളവർ വന്ന് നോക്കുക, താല്പര്യം എവിടെ വേണമെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ നമ്മൾ പറയുന്ന കേട്ടിട്ട് ഒന്നും നിങ്ങൾ വണ്ടി വാങ്ങി പോകണമെന്ന് ആരും എവിടെയും പറയുന്നില്ല. ഈ വണ്ടി നോക്കണോ, നിങ്ങൾ വന്നോളൂ. ഇപ്പൊ ഡാറ്റ്സൺ അവിടെ ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തോളൂ. എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ വണ്ടി എടുത്താൽ മതി. റേറ്റ് നമ്മൾ ആസ്കി റേറ്റ്, നമ്മൾക്ക് ആവശ്യമുള്ള റേറ്റ് ആണ്, ആ റേറ്റ് നമ്മൾ ഇവിടെ ഇടുന്നുണ്ട്. ആ റേറ്റിൽ ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തിയിട്ട് വണ്ടി തരും, കൊടുക്കും. പിന്നെ പറഞ്ഞല്ലോ ഏറ്റവും നല്ല വണ്ടികൾ നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഒരു ഗോ ഉണ്ടല്ലോ,
ഇത് 2014-15 വണ്ടിയാണ്. 14-15 അല്ലേ? ഇത് പെട്രോൾ ആണ്, ടി ഓപ്ഷൻ ആണ് വരുന്നത്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ വരും. 80,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 14-15 വണ്ടിയാണ്. അതായത് ശരിക്കും നമ്മളൊരു 14-15 സ്വിഫ്റ്റ് എടുത്ത് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലേ? ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ റീസെയിൽ വാല്യൂ കുറവാണ്. ഡാറ്റ്സിന്റെ എല്ലാ വണ്ടിയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല വൃത്തിയുള്ള വണ്ടികൾ വില കുറച്ച് തരണമെങ്കിൽ ഈ ഒരു കമ്പനിയാണ് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ്. അത് ലോണും നമുക്ക് മാക്സിമം കിട്ടും. ഇപ്പൊ ഈ വണ്ടിക്ക് ഞങ്ങളിവിടെ ചോദിക്കുന്നത് 1,95,000 രൂപയാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് 100% തന്നെ ഈ വണ്ടിക്ക് ലോൺ ആയിട്ട്. അതെ, 14-15 മോഡലും കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള ഇന്റീരിയർ, എക്സ്റ്റീരിയർ, യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെന്റും ഇല്ല. നല്ല കട്ടയുള്ള ടയർ എല്ലാം ഉള്ള ക്വാളിറ്റി ഉള്ള ഒരു റെഡ് കളർ വണ്ടി. ചെറിയ ബഡ്ജറ്റിൽ ഒരു കാർ സ്വന്തമായിട്ട് വീട്ടിലേക്ക് ഒരു വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റും. പിന്നെ പാർട്സ് ഒന്നും നമുക്ക് മാരുതി വണ്ടി കിട്ടുന്ന പോലെ അത്ര പെട്ടെന്ന് കിട്ടൂല. പാർട്സ് ബുദ്ധിമുട്ടുണ്ട്. പാർട്സ് ബുദ്ധിമുട്ട് മീൻസ് ഇപ്പൊ നമുക്ക് മാരുതി വണ്ടിക്കാണെങ്കിൽ നമുക്കറിയാം. നമ്മളിപ്പം ഇപ്പൊ ഇവിടെ കോഴിക്കോടാണെങ്കിലും അവിടെ സ്പെയർ പാർട്സിന്റെ കുറെ ഷോപ്പുകളുണ്ട്. അപ്പൊ അവിടെ എവിടെയെങ്കിലും ഒക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പാർട്സ് ചിലപ്പോൾ കിട്ടും, പെട്ടെന്ന് കിട്ടും. ഇങ്ങനത്തെ വണ്ടിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവില്ല. ഓർഡർ ചെയ്തിട്ട് ചിലപ്പോൾ വരുത്തിക്കേണ്ടി വരും. അതായത് ചില പാർട്സുകൾ കേട്ടോ, എല്ലാ പാർട്സും എല്ലാം പറയുന്നത് ഇപ്പോൾ റയർ ആയിട്ടൊക്കെ മാറ്റേണ്ട ചില പാർട്സുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ പാർട്സുകളൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു 3 to 4 days ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒന്നും കിട്ടാതിരിക്കില്ല എന്നല്ല പറഞ്ഞത്, ആ ഒരു ഡിലേ വരും. ഇപ്പൊ പലർക്കും ഉള്ള സംശയമാണ്. ഇപ്പൊ ഈ ഡാറ്റ്സൺ എനിക്കൊന്ന് ഇപ്പം ഗോ ഇറങ്ങുന്നില്ല എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഡാറ്റ്സന്റെ ഇപ്പൊ ആകപ്പാടെ ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ റെഡി ഗോയിന്റെ ഒരു വണ്ടി മാത്രമല്ല, വേറെ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഈ റെനോൾട്ടിന്റെ ഒക്കെ വണ്ടികൾ തന്നെയാണ്. ഈ സംഭവങ്ങളൊക്കെ റെനോൾട്ട്, ഡാറ്റ്സൺ ഒക്കെ ഒന്ന് തന്നെയാണ്. നിങ്ങൾ നോക്കിക്കോട്ടെ, 1.90 നിങ്ങൾക്ക് ഇതിലും മോഡൽ കൂടിയ അല്ലെങ്കിൽ ഇതേ ക്വാളിറ്റി ഉള്ള വേറെ ഒരു വണ്ടി കിട്ടാൻ പോകുന്നില്ല. 95. ഇനി ഇതാണെങ്കിലോ, ഇത് ഓട്ടോമാറ്റിക് ആണ്, വാഗണർ ഓട്ടോമാറ്റിക് ആണ്. AMT വരുന്ന വണ്ടി മോഡലോ 16-17 ആണ്. 16-17 ആണ് അല്ലേ? അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. അതും VXI ആണ്. ഫുൾ ഏറ്റവും ഓപ്ഷൻ കൂടിയ വണ്ടി. VXI തന്നെ. 4 ടയർ പുത്തൻ ടയറുമാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 49,000 കിലോമീറ്റർ. 49,000 2016-17 കുറവാണ്. കുറവ് കിലോമീറ്റർ. അതായത് ഒരു വണ്ടി ഒരു യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ട അതൊക്കെ ഇതിനകത്തുണ്ട്. അത് മോഡൽ നല്ല വൃത്തിക്ക്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ കുറവാണ്. അതുപോലെ തന്നെ ടോപ്പ് എൻഡ് വണ്ടിയാണ്. നല്ല വൃത്തിയുണ്ട് വണ്ടിക്ക്. ഓക്കെ. അപ്പൊ ഈ ഒരു വാഹനത്തിന് ഞങ്ങളിവിടെ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 4,25,000 രൂപയാണ്. 4,25 അല്ലേ? 4,25 ആണ്. 16-17 VXI ഓട്ടോമാറ്റിക് ഉണ്ടോ? ഇപ്പൊ മാനുവൽ വണ്ടി ആണെങ്കിൽ പോലും 17 എനിക്ക് തോന്നുന്നു 4 അടുത്ത് വിലയുണ്ട്. നല്ല വണ്ടിക്കാണ് 4 അടുത്ത് തന്നെ വില ചോദിക്കുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആണ് ഞങ്ങൾ 4,4 തരുന്നത്. ഒരു 25,000 രൂപ അധികത്തിലാണ് ഞങ്ങൾ ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ടാവുമല്ലോ അല്ലേ? മാറ്റം വരുത്താം. എല്ലാ വണ്ടിക്കും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ വന്ന് വണ്ടി എടുത്തവർക്കൊക്കെ അറിയാം. നമ്മളെന്തായാലും ചെറിയ രീതിയിലൊക്കെ ഓരോ വണ്ടിക്കും പറഞ്ഞില്ലെങ്കിൽ ആ പറഞ്ഞ വാഗനറിന് അല്ല ഇന്ന കോമഡി വക കണ്ടോ, ചിലർ കമന്റ് ഇടും ഇന്ന സമയം എഴുതിയിട്ട് അതിൽ പറഞ്ഞ വാഗനറിന് നെഗോഷ്യബിൾ ആണോ എന്ന് പറഞ്ഞില്ലല്ലോ, നെഗോഷ്യബിൾ ആണോ എന്ന് ചോദിക്കും. നമ്മളിവിടെ എല്ലാ വണ്ടിക്കും ചെറിയ രീതിയിൽ മാറ്റം വരുത്തും. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞാണ്, ഫോണിലൂടെ ഇല്ല, ഡയറക്റ്റ് വന്ന് നോക്കി വണ്ടി ഇഷ്ടപ്പെട്ടാൽ ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് നിങ്ങൾ 10, 25, 50,000 ഒന്നും പ്രതീക്ഷിക്കരുത്. 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ ചോദിക്കുന്ന വണ്ടിക്ക് 50,000 രൂപ നെഗോസിയേഷൻ ഒന്നും ചോദിക്കരുത്. കാരണം ഞങ്ങളിവിടെ ഒരു ഫാമിലി ബഡ്ജറ്റ് ഒരു 4 ലക്ഷം രൂപ വരെയുള്ള വണ്ടികളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ആ ഒരു ലിമിറ്റ് ഉണ്ട്. മാക്സിമം പോയാൽ എന്താ പറയാ ഒരു 20,000 ചില വണ്ടികൾക്ക് 10,000 കുറയ്ക്കാൻ പറ്റുള്ളൂ. ചില വണ്ടികൾക്ക് 5,000 കുറയ്ക്കാൻ പറ്റും. ചിലപ്പോൾ ഒന്നും കുറയ്ക്കാനും പറ്റില്ല. അപ്പൊ കുറയ്ക്കാൻ പറ്റാത്ത വണ്ടികൾ ബാക്ക് കാണിക്കുന്നുണ്ട്. നമുക്ക് ലോ ബഡ്ജറ്റ് വളരെ അതിൽ ഇതിലും കുറഞ്ഞ പൈസക്കുള്ള വണ്ടികൾ വളരെ ഇപ്പൊ നിലവിൽ കമ്പാരിറ്റീവ്ലി മാർക്കറ്റിൽ കുറവാണെന്ന് തന്നെ പറയാം. ആൾട്ടോ ആദ്യത്തെ വണ്ടി ഏതാ മോഡല്? ഇത് LX ആണ്. AC മാത്രമല്ല 2009 മോഡലാണ്. സെക്കൻഡ് ഓണർ ആണ്. 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് നമ്മൾ എങ്ങനെയാ പറയാൻ പറ്റുക ഉറപ്പാന്ന്? അത് നമുക്ക് ഇപ്പൊ ഈ ഒരു കിലോമീറ്റർ വെച്ചിട്ട് ഇപ്പൊ ഈ ഒരു കിലോമീറ്ററിന്റെ പെർഫോമൻസ് ആയിരിക്കില്ല ഒരു 1 ലക്ഷത്തിന്റെ മുകളിലൂടെ വണ്ടിക്ക് ഉണ്ടാവും. പക്ഷെ ഈ ആൾട്ടോയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വലിയൊരു ഡിഫറൻസ് ഒന്നും വരില്ല. എന്നാലും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. 59,000 ഒന്ന് തപ്പി നോക്കിയാൽ ഇവർക്ക് മനസ്സിലാവും. ആൾട്ടോന്റെ മുകളിലൊന്നും ആരും മീറ്റർ തിരിച്ചിട്ടോ അങ്ങനെ വരാൻ നിൽക്കില്ല. ഇപ്പൊ ബയർ ആണെങ്കിൽ പോലും ഇത് ഞങ്ങൾ എക്സ്ചേഞ്ചിന് എടുത്ത വണ്ടിയാണ്. ഞങ്ങൾ വേറെ വണ്ടി കൊടുത്തു പുള്ളിക്ക്. സെക്കൻഡ് ഓണർ. കഴിഞ്ഞ വീഡിയോക്കകത്ത് കാണിച്ച നമ്മൾ ടിയാഗോ ഉണ്ട് 2022, അത് കൊടുത്തിട്ട് ഇത് എക്സ്ചേഞ്ച് എടുത്ത വണ്ടിയാണ്. അപ്പൊ ഈ ഒരു വാഹനത്തിന് നമ്മളിവിടെ ആസ്കിംഗ് റേറ്റ് അല്ല, ഫൈനൽ റേറ്റ് 80,000. ഇതിലൊന്നും പിന്നെ വലിയ നെഗോസിയേഷൻസ് ഒന്നും പ്രതീക്ഷിക്കണ്ട. പേപ്പർ നമുക്ക് ജൂലൈ വരെ ആയിട്ടുള്ളത്. ജൂലൈയിൽ നമ്മൾ റിന്യൂവൽ എടുക്കുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു 13,000 മുതൽ 15,000 രൂപ വരെ. അല്ലല്ല, ഈ കണ്ടീഷനിൽ. അതിന് 15,000 രൂപ തരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിന്യൂവൽ എടുത്തിട്ട് കൊടുക്കാൻ തയ്യാറാണ്. കാരണം വണ്ടിയുടെ മുകളിലൊന്നും ചെയ്യാനല്ല, ഈ ബമ്പർ കോർണറൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണമെന്നുള്ളൂ. വേറെ ടയർ വാങ്ങലൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണ്ടോ, എന്തൊക്കെ പറഞ്ഞാലും 2009 മോഡൽ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അത് അൾട്ടോയോ ആണ്. പവർ ഷെയറിംഗ് ഇല്ലാത്തൊരു കുഴപ്പമില്ല. AC ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ, പഠിക്കാനുള്ളവർക്ക് പറ്റിയ. അതെ. ഇനി ഇതാണെങ്കിലോ
ഇത് അൾട്ടോ 2011 മോഡലാണ്. ഇത് സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ 63,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. LXi ആണ്. AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. ആ ബമ്പറിന്റെ കോർണർ മാത്രം ഒന്ന് ടച്ച് ചെയ്യാൻ അതെ അതെ അത്രേ ഉള്ളൂ. അതായത് ഈ ഒരു ഷേപ്പിൽ വന്ന വണ്ടികളിലെ അവസാനത്തെ വണ്ടികളിലൊന്ന്. അതെ അതെ. ഇത് ഞങ്ങൾ എടുത്തതിന് ശേഷം ഞങ്ങളായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഈ ഒരു ചെറിയ ബഡ്ജറ്റുള്ള വണ്ടിയുടെ മുകളിൽ നമുക്ക് പൈസ മുടക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു വാഹനത്തിന് ഞങ്ങൾ ഇവിടെ ചോദിക്കുന്ന റേറ്റ് 1.30 ആണ്. അത് നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കാം. അതെ അതെ അതെ. സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. AC പവർ സ്റ്റിയറിംഗും ഉണ്ട്. ക്ലീൻ വണ്ടി, ഒരു സാധാരണക്കാർക്ക് ചെറിയ പൈസക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനം. തീർച്ചയായിട്ടും. എന്താ റേറ്റ്? 1.30. ലോൺ കയറില്ല. ചെറിയ രീതിയിലൊരു മാറ്റം വരുത്തിയിട്ട് നമുക്ക് കൊടുക്കും. ലോൺ കയറില്ല. ലോൺ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 2011, 10-11 ചെയ്യുന്ന കമ്പനികളുണ്ട്. അപ്പൊ ഈ 1.30 ലോണിൽ വെറുതെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് അതിൽ വേറെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഇത് കിട്ടാൻ 11 കിട്ടാൻ പാടാണ്. കാരണം ഒരു വർഷം കൂടി കഴിഞ്ഞല്ലോ അല്ലേ? അതെ അതെ. അതുകൊണ്ടുള്ളൊരു വിഷയമാണ്. ലോൺ വേണം നിർബന്ധമാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ. ഇതും ഇതേപോലെ തന്നെ പഠിക്കാൻ പറ്റിയ വണ്ടിയാണ്. സ്പാർക്ക് ആണ്. 2009 മോഡൽ വണ്ടിയാണ്. ഇത് ഓണർഷിപ്പ് 4 ആളായിട്ടുണ്ട്. 80,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. LXi എന്ന് പറയുന്ന പോലത്തെ വേരിയന്റ് ആണ്. അതായത് ഇതിനകത്ത് വേരിയന്റ് കറക്റ്റ് ഓപ്ഷൻ പോലെ AC പവർ സ്റ്റിയറിംഗ്, പിന്നെ അതുപോലെ തന്നെ പവർ വിൻഡോ, മിറർ ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ചെറിയ വണ്ടിക്ക് വേണ്ട സ്പാർക്കിൽ LT ഉണ്ടോ? അപ്പൊ എന്തായാലും ഇതിനകത്ത് LT ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഡോർ വിൻഡോ വരുന്ന വണ്ടി ഉണ്ട്. അപ്പൊ ഇത് 2 ഡോർ പവർ വിൻഡോ, മിറർ ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്യാം, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ്. ഇതിന് നിങ്ങൾ ഇവർ ചോദിക്കുന്ന വില വെച്ചിട്ട് ഈ വണ്ടി വേർത്താണ്. കാരണം അതിന് മാത്രമുള്ള ക്വാളിറ്റി ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ഉണ്ട്. ചെറിയ കുറച്ച് സ്ക്രാച്ചസ് ഉണ്ടെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതിന്റെ വിലയാണ് ഹൈലൈറ്റ്. 30,000 രൂപയ്ക്ക് കൊടുക്കാം. 30,000 രൂപയ്ക്ക് 2009 വണ്ടിയാന്ന് ആലോചിക്കണം. വെറും 35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, ടു ബി ഫ്രാങ്ക്, വണ്ടി പക്കയല്ലേ? ഓടൂലേ? പിന്നെ വണ്ടി റണ്ണിങ് കണ്ടീഷൻ ആണ്. ഒരു കുഴപ്പമില്ല. 50 കിലോമീറ്റർ ഓടിച്ച് നോക്കിയിട്ടൊക്കെ പൈസ കൊടുത്തായി. തീർച്ചയായിട്ടും യാതൊരു ബുദ്ധിമുട്ടുമില്ല. AC എന്തോ കൂളിംഗ് എന്തോ കുറവുണ്ട്. 500 രൂപയുടെ കേസുള്ളൂ. നമ്മൾ അതിന്റെ ഉള്ളൊന്നും പണിയാൻ നിന്നിട്ടില്ല. അപ്പൊ ഈ ബാക്ക് കിടക്കുന്ന വണ്ടികളൊക്കെ നമ്മളിങ്ങനെ ഒരു ലോ ബഡ്ജറ്റ് ചോദിക്കുന്ന ആളുകൾ, കുറെ ആളുകൾ പഠിക്കാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ആ ഒരു കണ്ടീഷന് വേണ്ടി എടുത്തിട്ട വണ്ടികളാണ്. വെറും 35,000 രൂപയ്ക്ക് ഇതിലും വില കുറച്ച് ഈ സാധനം നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ്. നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ എന്തായാലും നമ്മുടെ ക്ലബ്സി ഓട്ടോമോട്ടീവിൽ ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ വണ്ടി നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ബൈക്ക് പോയിട്ട് ഒരു സൈക്കിൾ വാങ്ങണ പൈസയേക്കാൾ കുറഞ്ഞ പൈസക്ക് കൊടുക്കാം അല്ലേ? നാനോ ആണ്. ഏതാ മോഡല്? 2009 മോഡൽ. 9 ആണ്. ഇത് ഓഗസ്റ്റ് വരെ ഫിറ്റ്നസ് ഉണ്ട്. LX ആണ് ഇതിന്റെ വേരിയന്റ് വരുന്നത്. നാനോ സീരീസിലെ ഫസ്റ്റ് വണ്ടി, ആദ്യമായിട്ട് ഇറങ്ങിയ വണ്ടിയാണ് കേട്ടോ ഇത്. 9,000 കിലോമീറ്റർ ആണ് കാണിക്കുന്നത് മീറ്ററിലുള്ളത്. ജെനുവിൻ ആണെന്നൊന്നും പറയില്ല. റണ്ണിങ് കണ്ടീഷൻ ആണ്. പക്കയാണല്ലേ? അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടില്ലേ? മൈലേജ് നാനോ ഒരു 15-16 കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ 20 മേലേക്ക് കിട്ടേണ്ടതാണ്. കാരണം കുറച്ച് പഴയ മോഡൽ ആയതുകൊണ്ടാണ് അതൊന്നും പറയാത്തത്. പിന്നെ വേറെ അപാകതകളായിട്ട് ഈ വണ്ടിയുടെ മുകളിലാണെങ്കിലും നമുക്ക് കൂടുതലായിട്ടുള്ള എന്താ പറയുക ഉറപ്പ് കാര്യങ്ങൾ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ബഡ്ജറ്റിൽ വരുന്ന വണ്ടിയാണ്. ഇപ്പൊ ഈ നിലവിൽ ഈ കണ്ടീഷനിൽ നോക്കിയെടുക്കാം. വണ്ടി റണ്ണിങ് കണ്ടീഷനാണ്. പെട്രോൾ അടിച്ച വണ്ടിയോടും ടയർ ഭാഗങ്ങൾക്ക് അത്യാവശ്യം ഉണ്ട്. വേറെ ഷോക്ക് അബ്സോർബറിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഈ ഇത്തരത്തിൽ വളരെ ലോ ബഡ്ജറ്റ് വണ്ടികളൊക്കെ നിങ്ങൾ ഒരു ഷോറൂമിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്ന വരെയുള്ള ഗ്യാരണ്ടി ഉണ്ടാവുള്ളൂ. നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അത്യാവശ്യം ഓടിച്ചു നോക്കിയിട്ടൊക്കെ എടുക്കുക. അങ്ങനെയുള്ള ഗ്യാരണ്ടി മാത്രമേ ഇതിന് കിട്ടുള്ളൂ. വേറെ ഒരു ഗ്യാരണ്ടി ഇല്ല. ഇതിന്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. വിലയും കൂടി പറഞ്ഞാൽ മതി. 25,000 രൂപയ്ക്ക് കൊടുക്കാം. 25,000 രൂപ കൊടുക്കാം. അതാണ് 25,000 രൂപയുടെ വണ്ടി ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒന്ന് ഫുള്ള് ചെക്ക് ചെയ്യണത് തന്നെ നമുക്ക് നല്ല മെനക്കെടാണ് ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു ബോഡി ക്വാളിറ്റി ഉണ്ട്. നാനോ ആണ്. 2009 ആണ്. വണ്ടി റണ്ണിങ് കണ്ടീഷൻ ആണ്. ആ വില നമ്മൾ ചോദിക്കും. പിന്നെ വേറൊരു കാര്യം പറയും, ഇപ്പൊ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഒരു 10,000 രൂപ മുടക്കിയാലും നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാനില്ല അല്ലേ? അല്ല, ഈ ഇങ്ങനത്തെ വണ്ടികളൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആളുകൾ, കച്ചവടക്കാര്, ഈ ഫ്രൂട്ട്സ് ഒക്കെ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നവര്, അതുപോലെ ഇറച്ചി കൊണ്ടുപോകുന്നവർക്ക്, അങ്ങനത്തെ ആളുകളാണ് ഇങ്ങനത്തെ ചോദിക്കല്. കാരണം നല്ല സ്പേസും ഉണ്ട്. എന്തും വലിച്ച് കയറ്റാൻ വണ്ടി കയറി പൊക്കോളും. കുഴപ്പമൊന്നുമില്ല. നശിക്കുമെന്നുള്ള വലിയ പേടിയും വേണ്ട. അപ്പൊ ഇതിന്റെ ഇൻഷുറൻസ് നവംബർ വരെ ഉണ്ട്. പിന്നെ ഫിറ്റ്നസ് ഓഗസ്റ്റിൽ എക്സ്പയർഡ് ആവും. ഈ 24. അപ്പൊ ഇതിന് എനിക്ക് തോന്നുന്നു 10,000 രൂപേന്റെ അടുത്ത് എന്തായാലും കാണേണ്ടി വരും. നമുക്ക് ടാക്സ് കാര്യങ്ങളൊക്കെ അടച്ച് 5 കൊല്ലത്തേക്ക് പുതുക്കാൻ. പിന്നെ വേറൊരു കാര്യം, ഇത് പൊളിക്കാൻ കൊടുത്ത ഒരു 10-15 രൂപ എന്തായാലും കിട്ടൂലേ? 20 രൂപ എന്തോ കിട്ടൂലേ പൊളിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ. ഒരു എടുത്തിട്ട് ഒരു കൊല്ലം ഉപയോഗിച്ചിട്ട് കൊടുത്താലും ഒരു നഷ്ടം വരാനില്ല. ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ട്, നമ്മുടെ ആ സ്പാർക്കിന്റെ ഇൻഷുറൻസ് എക്സ്പയർഡ് ആണ്. ഇൻഷുറൻസ് ഇല്ലാത്ത വിലയാണ് 35,000 രൂപ പറഞ്ഞിട്ടുള്ളത്. ഇൻഷുറൻസ് നമ്മൾ എടുത്തു തരില്ല.
തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കാൻ മാക്സിമം കൂടി പോയ ഒരു 10,000-2,000 2700 വരും തേർഡ് പാർട്ടി ഇൻഷുറൻസ്. അപ്പൊ നമ്മൾ ഈ വില പറഞ്ഞിട്ടുള്ള 30,000 രൂപ പറയുന്നത് ഈ കണ്ടീഷനിൽ നിലവിലുള്ള കണ്ടീഷനാണ്. ഇതിന്റെ മുകളിൽ നമ്മൾ ഒരു ജസ്റ്റ് ഒരു ബോഡി വാഷ് മാത്രമേ ചെയ്തു തരുള്ളൂ. അത് മാത്രമല്ല കൂടുതൽ കുറച്ച് സ്നേഹവും വേറെ ഒരു വർക്ക് ഞങ്ങൾ ചെയ്തു തരില്ല. കാരണം അതിനനുസരിച്ചുള്ള വില ഇട്ടിട്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവിടെ വന്നിട്ട് ഇപ്പോൾ സപ്പോസ് സ്പാർക്ക് ആണെങ്കിൽ ബമ്പർ നിങ്ങൾ ഇൻഡിക്കേറ്റർ തരണം അതൊക്കെ പറയും. സംഭവം അതൊക്കെ ചെറിയ പൈസയാണ്. പക്ഷെ നമ്മൾ അതിന് പുറകെ മെനക്കെടാനുള്ള ആ ഒരു സമയം കൂടി നോക്കിയിട്ടാണ് പറയുന്നത്. അതൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഒരു വില ഇട്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാം 3 വണ്ടിയും ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡിറ്റിയാണ്. ഇവിടെ കിടക്കുന്നതിൽ ഇന്നത്തെ സ്പാർക്ക് മാത്രം ഇൻഷുറൻസ് തെറ്റി കിടക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കാണിച്ച ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ കുറേ നമ്പറുകൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. 2 നമ്പർ വീഡിയോയുടെ മേലെ എഴുതിയിട്ടുണ്ട്. മനുഷ്യനെ കോൺടാക്ട് ചെയ്തോളൂ. വാട്സപ്പിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം അയച്ചു തരും. നേരെ വരിക, വന്നിട്ട് വണ്ടി എടുക്കുക അല്ലേ. അതായത് കോഴിക്കോട് വെള്ളിവറമ്പ് നമ്മുടെ മീഡിയ വൺ ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ക്ലബ്സ് ചെയ്യുന്നത്. വരുന്ന വഴിക്ക് നിങ്ങൾക്ക് വണ്ടിയൊക്കെ കഴുകിയിട്ട് പോകാം. എല്ലാവിധ സെറ്റപ്പ് കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല ലോ ബഡ്ജറ്റ് വണ്ടിയും ക്വാളിറ്റി ഉള്ള വണ്ടിയും വേണ്ടവർ എപ്പിസോഡ് അങ്ങ് മൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ. അടുത്തൊരു കിഡിലൻ ഇപ്പൊ തന്നെ കുറെ നീണ്ടുപോയി. അടുത്തൊരു കിഡിലൻ എപ്പിസോഡായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.